ഹായ് എവരി വൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്നത് നമ്മളൊരു ക്ലാസ്സിൽ ടീച്ചർ കുട്ടികളോട് എങ്ങനെ ഹിന്ദിയിൽ സംസാരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. ഒരു ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കുട്ടികളോട് പറയുന്നതാണ് ഗുഡ് മോർണിംഗ് എവരി വൺ. ഇത് ഹിന്ദിയിൽ പറയുന്നത് സുപ്രഭാത് ബച്ചേ, സുപ്രഭാത് ബച്ചേ. ഇനി ഉച്ചയ്ക്കാണ് പറയുന്നതെങ്കിൽ ശുഭ് ദോപഹാർ, ശുഭ് ദോപഹാർ. ഇനി ഗുഡ് ഈവനിങ്ങിൽ പറയുന്നതാണ് ശുഭ് സന്ധ്യ, ശുഭ് സന്ധ്യ. ഇനി വേറെ രീതിയിലും നമുക്ക് പറയാം നമസ്തേ എന്നുള്ളത്. ഇനി കുട്ടികളോട് നമസ്തേ ബച്ചോ എന്ന് പറയുമ്പോൾ കുട്ടികൾ നമസ്തേ ജി എന്നും അവിടെ പറയാറുണ്ട്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസിലേക്ക് നോക്കാം. ഇത് നമ്മൾ പറയുന്നത് മക്കളോട് ദയവായി ഇരിക്കൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ആ സമയത്ത് ഉപയോഗിക്കുന്നതാണ് കൃപയ ബേഡ് ജായിയെ, കൃപയ ബേഡ് ജായി. കൃപയ എന്നാൽ ദയവായി, ബേഡ് ചായയെ ഇരിക്കൂ. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ബേഡ് ചായയെ എന്ന് ഇവിടെ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ബൈറ്റോ എന്നും ഉപയോഗിക്കാം. അടുത്തതായി ടീച്ചർ ക്ലാസ്സിൽ പറയുന്ന ഒരു സെൻറ്റൻസാണ് നമുക്ക് ക്ലാസ് തുടങ്ങാമെന്നുള്ളത്. ലെറ്റ് us സ്റ്റാർട്ട് ദ ക്ലാസ് എന്നുള്ളതാണ് അല്ലേ. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ചലിയേ കക്ഷ ശുരു കർത്തേ ഹെ, ചലിയേ കക്ഷ ശുരു കർത്തേ ഹെ. നമുക്കിനി ക്ലാസ് തുടങ്ങാം എന്നുള്ളതാണ്. അടുത്തതായി ടീച്ചർ പറയുന്ന മറ്റൊരു സെൻറ്റൻസാണ് നിങ്ങളുടെ പുസ്തകത്തിൽ ഈ പേജ് നമ്പർ തുറക്കൂ എന്നുള്ളത്. എത്രാമത്തെ പേജ് നിങ്ങൾ തുറക്കൂ. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. അപ്നി കിതാബേ പൃഷ്ഠസംഖ്യ 20 ഖോലിയേ എന്ന് പറയാം. അപ്നി നിങ്ങളുടെ, കിതാബേ പുസ്തകം, പൃഷ്ഠസംഖ്യ എന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് പേജ് നമ്പർ. അല്ലെങ്കിൽ നമ്മൾ ഹിന്ദിയിൽ മറ്റൊരു വേർഡുണ്ട് പന്ന, പന്ന 20 ഖോലിയെ എന്നും പറയാം. അപ്നി കിതാബേ പൃഷ്ഠസംഖ്യ 20 ഖോലിയെ എന്ന് പറയാം. അല്ലെങ്കിൽ അപ്നി കിതാബേ പന്ന സംഖ്യ 20 ഖോലിയെ എന്നും പറയാം. ഇനി മറ്റൊരു സെൻറ്റൻസ് നോക്കാം. ടീച്ചർക്ക് എപ്പോഴും പറയേണ്ടി വരുന്നതാണ് ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളത്. കുട്ടികളോട് പറയാറുണ്ട്. ഇത് ഹിന്ദിയിൽ എങ്ങനെ ചോദിക്കാമെന്ന് നോക്കാം. ധ്യാൻ സേ സുനിയേ, ധ്യാൻ സേ സുനിയേ. ധ്യാൻ എന്നാൽ ശ്രദ്ധ, ധ്യാൻ സേ ശ്രദ്ധയോടെ, സുനിയെ കേൾക്കുക, ധ്യാൻ സേ സുനിയേ. ഇനി ടീച്ചർ പറയുന്ന മറ്റൊരു സെൻറ്റൻസ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു കവിത വായിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു കഥ വായിക്കുക. അതിന് ശേഷം എനിക്ക് ശേഷം നിങ്ങൾ അത് ആവർത്തിച്ച് പറയുക എന്നുള്ളതിനാണ് ഹിന്ദിയിൽ പറയുന്നത് മേരെ ബാദ് ദൊഹരായേ, മേരെ ബാദ് ദൊഹരായേ, റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. നമ്മൾ മക്കളോട് എപ്പോഴും പറയുന്നതാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത്. അത് ഹിന്ദിയിൽ പറയുന്നത് ഒരു രീതി ക്യാ ആപ്കോ സമജ് മേ ആയ എന്നുള്ളത് ചോദിക്കാം. ക്യാ ആപ്കോ സമജ് ആയ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ സമജ് ആയ എന്നുള്ളതും ചോദിക്കാം. രണ്ടും കറക്റ്റാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. ക്യാ ആപ്കോ സമജ് ആയ. ഇവിടെ ക്യാ ആപ്കോ സമജ് മേ ആയ എന്ന് ചോദിച്ചാലും തെറ്റില്ല കേട്ടോ. സമജ് മേ എന്നാൽ മനസ്സിലായോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇനി മറ്റൊരു സെൻറ്റൻസാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നമ്മൾ ചോദിക്കാറുണ്ട്. കോയി പ്രശ്ന, കോയി പ്രശ്ന. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ക്യാ കോയി സവാൽ ഹേ, ക്യാ കോയി സവാൽ ഹേ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ കുട്ടികളോട് ചോദിക്കാറുണ്ട് എല്ലാം വ്യക്തമായി മനസ്സിലായോ എന്നുള്ളത്, എല്ലാം വ്യക്തമാണോ എന്നുള്ളത്. അതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കുക. ക്യാ സബ് കുച്ച് സ്പഷ്ട ഹേ, ക്യാ സബ് കുച്ച് സ്പഷ്ട ഹേ. അല്ലെങ്കിൽ മറ്റൊരു രീതിയാണ് സബ് സമജ് ആ രഹാ ഹേ, സബ്
സമജ് ആ രഹാ ഹെ? ഇസ് എവരിതിങ് ക്ലിയർ? ഇവിടെ സമജ് എന്നാൽ മനസ്സിലാവുക. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഇത് എഴുതൂ എന്ന് പറയാറുണ്ട്. ഇത് എഴുതൂ. ഇസെ ലിഖിയെ, ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇസെ ലിഖിയെ, ഇത് എഴുതൂ എന്നുള്ളത്. അല്ലെങ്കിൽ യഹ് ലിഖോ, യഹ് ലിഖോ. നെക്സ്റ്റ് സെൻറ്റൻസ് നിശബ്ദരായിരിക്കുക. ഇതെപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? നിശബ്ദരായിരിക്കുക എന്നുള്ളത്. ഇത് ഹിന്ദിയിൽ പറയുന്നത് ശാന്ത് രഹിയെ, ശാന്ത് രഹിയെ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഒരു ദേശത്തിൽ പറയുമ്പോൾ പറയുന്നതാണ് ചുപ് ഹോ ജാओ, ചുപ് ഹോ ജാओ, ചുപ് ഹോ ജാओ, ബി ക്വയറ്റ്. ഇത് തന്നെ മറ്റൊരു രീതിയിൽ ഇപ്പോൾ മിണ്ടാതിരിക്കൂ എന്ന് നമ്മൾ പറയണ്ടേ, കീപ് ക്വയറ്റ് നൗ എന്നുള്ളത്. ഇത് ഹിന്ദിയിൽ പറയുന്നത് അബ് ശാന്ത് രഹോ, അബ് ശാന്ത് രഹോ. ഇനി മറ്റൊരു രീതിയിൽ പറയാം ഷോർ മത് കരോ, ഷോർ മത് കരോ. ആ ശബ്ദമുണ്ടാക്കരുത് എന്നുള്ളതിൻ്റെ മറ്റൊരു ഹിന്ദി വേർഡാണ് ഷോർ മത് കരോ, ഡോണ്ട് മേക്ക് നോയ്സ് എന്നുള്ളത്. ഇതിന് മറ്റൊരു സെൻറ്റൻസാണ് സംസാരം നിർത്തൂ എന്നുള്ളതിന് ബാത് കർന ബന്ദ് കരോ, ബാത് കർന ബന്ദ് കരോ, സ്റ്റോപ്പ് ടോക്കിംഗ്. അടുത്ത സെൻറ്റൻസ് നമ്മൾ പറയാറുണ്ട് ഉത്തരം അറിയാമെങ്കിൽ കൈ ഉയർത്തൂ എന്ന് ചോദിക്കാറുണ്ട് കുട്ടികളോട്. അപ്പോൾ അത് ഹിന്ദിയിൽ ഇപ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? അഗർ ആപ്കോ ജവാബ് പതാ ഹേ തോ ഹാത്ത് ഉഠായിയെ, അഗർ ആപ്കോ ജവാബ് പതാ ഹേ തോ ഹാത്ത് ഉഠായിയെ. അഗർ എന്നാൽ ഒരു പക്ഷേ, ആപ്കോ നിങ്ങൾക്ക്, ജവാബ് മറുപടി ഉത്തരം, പതാ ഹേ തോ അറിയാമെങ്കിൽ, ഹാത്ത് കൈയെ, ഉഠായി ഉയർത്തു കൈകൾ ഉയർത്തു എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് നോക്കൂ, വീണ്ടും ശ്രമിക്കുക. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. ഫിർസെ കോഷിഷ് കരോ, ഫിർസെ കോഷിഷ് കരോ. ഫിർസെ എന്നാൽ വീണ്ടും, കോഷിഷ് കരോ ശ്രമിക്കുക, വീണ്ടും ശ്രമിക്കുക. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ആർക്കാണ് വായിക്കാൻ താല്പര്യം എന്നുള്ളത് നമ്മൾ ചോദിക്കാറുണ്ട്. അത് ഹിന്ദിയിൽ ചോദിക്കുന്നത് കോൻ പഠന ചാത്താ ഹെ, കോൻ പഠന ചാത്താ ഹെ. കോൻ എന്നാൽ ആര്, പഠന വായിക്കുക, ചാത്താ ഹെ താല്പര്യം, ആഗ്രഹം. അതായത് ആർക്കാണ് വായിക്കാൻ താല്പര്യമുള്ളത് എന്നാണ്. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് മുന്നോട്ട് വരൂ, കം ഫോർവേഡ്. ആകെ ആവോ, ആകെ ആവോ, മുന്നോട്ട് വരൂ എന്നുള്ളതാണ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. നിങ്ങളുടെ നോട്ട്ബുക്ക് കാണിക്കൂ, ഷോ മീ യുവർ നോട്ട്ബുക്ക്. ഇത് ഹിന്ദിയിൽ ചോദിക്കുന്നത് മുझे अपनी നോട്ട്ബുക്ക് ദിഖാവോ, മുझे अपनी നോട്ട്ബുക്ക് ദിഖാവോ. മുझे എന്നാൽ എനിക്ക്, അപ്പനി നിങ്ങളുടെ, നോട്ട്ബുക്ക് എന്നെ, ദിഖാവോ കാണിക്കൂ, നിങ്ങളുടെ ബുക്ക് എനിക്ക് കാണിക്കൂ എന്നതാണ്. അടുത്തതായി നമ്മൾ ബോർഡിൻ്റെ അടുത്തേക്ക് മക്കളെ വിളിച്ച് വരുത്താണ്. കം ടു ദ ബോർഡ് അല്ലേ? അതിന് ഹിന്ദിയിൽ പറയുന്നത് ബ്ലാക്ക് ബോർഡ് കെ പാസ് ആയിയെ, ബ്ലാക്ക് ബോർഡ് കെ പാസ് ആയിയെ. ഇവിടെ പാസ് എന്നാൽ അടുത്തേക്ക്, പാസ് ആയിയെ അടുത്തേക്ക് വരൂ. അടുത്തത് നമ്മൾ മക്കളെ അഭിനന്ദിക്കാറുണ്ട് പല രീതിയിൽ. അപ്പോൾ അത് ഏതൊക്കെ വാക്കുകളാണ് ഹിന്ദിയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ബഹുത് അച്ഛേ, ബഹുത് അച്ഛേ, അല്ലെങ്കിൽ സബാഷ്, ഷബാഷ്. നെക്സ്റ്റ് നമ്മൾ വീട്ടിലേക്ക് പോകാൻ സമയമായി എന്നുള്ളത്. അപ്പോൾ സ്കൂൾ ബെല്ലടിച്ചു, വീട്ടിലേക്ക് പോകാൻ സമയമായി എന്നുള്ളത് പറയുന്നതിന് ഹിന്ദിയിൽ പറയുന്നത് ഘർ ജാനെ കാ സമയ ഹോ ഗയാ, ഘർ ജാനെ കാ സമയ ഹോ ഗയാ ഹെ. ഘർ എന്നാൽ വീട്, ഘർ ജാനെ കാ വീട്ടിലേക്ക് പോകേണ്ട, സമയ ഹോ ഗയാ ഹെ സമയമായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി കുട്ടികളോട് പറയാണ്. എങ്ങനെയാണ് പറയുക? ദയവായി എഴുന്നേൽക്കൂ എന്നുള്ളതിന് കൃപയ ഖഡേ ഹോ ജായിയെ, കൃപയ ഖഡേ ഹോ ജായിയെ. ഇനി അടുത്തത് എല്ലാവരും വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യൂ ആയിട്ട് നിൽക്കുകയാണ്, വരിയായിട്ട് നിൽക്കാൻ നമുക്ക് പറയണം. അത് ഇങ്ങനെ ഹിന്ദിയിൽ പറയാം, ലൈൻ ബനാവോ, ലൈൻ ബനാവോ. ഇന്നത്തെ വീഡിയോയിൽ ഒരു ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുകയാണ്.
അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.